അദ്വൈതാനുഭൂതിയിലൂടെ നമ്മൾ ഉള്ളിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ ഉള്ളിലോട്ട്. ബാക്കിയുള്ളതെല്ലാം വെളിയിലോട്ടുള്ള സഞ്ചാരമാണ്. വെളിയിലോട്ടുള്ള സഞ്ചാരത്തിലൂടെ ആത്മബോധം കിട്ടുന്നതല്ല. കാശിയിൽ പോയാൽ കിട്ടുന്നതല്ല, കൈലാസത്തിൽ പോയാൽ കിട്ടുന്നതല്ല, തീർത്ഥാടനങ്ങൾ നടത്തിയാൽ കിട്ടുന്നതല്ല. ഇത് വസ്തുബോധത്തിലേക്ക് ഉണർന്ന് ആ വസ്തുവിനെ തൻ്റെ ഉള്ളിൽ ആരാണോ ദർശിക്കുന്നത് അയാൾക്ക് മാത്രമേ ആ ആത്മബോധം ഉണ്ടാകൂ. അതിന് ആന്തരിക യാത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ബാഹ്യമായിട്ട് എല്ലാ അനുഭവങ്ങളും കർമ്മങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരാളിന് ആന്തരിക യാത്ര സുഗമമായിട്ട് നടത്താം. എങ്ങനെ? ഈ ബാഹ്യകർമ്മങ്ങളിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊരു സാക്ഷി ചൈതന്യം ഇല്ലെങ്കിൽ, ഏതൊരു വസ്തുവില്ലെങ്കിൽ, ഈ ശരീരത്തിലെ ബാഹ്യവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാനിന് നിലനിൽപ്പില്ലയോ, ആ വസ്തുവാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ജേണി. അതാണ് ആന്തരികമായ യാത്ര. അതിന് ബാഹ്യമായിട്ടുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യാതൊരു പരുക്കും ഏൽപ്പിക്കേണ്ടതായിട്ടില്ല. എങ്ങനെയെല്ലാമാണോ ഓരോരുത്തർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ വന്നു പെട്ടിരിക്കുന്നത്, അതെല്ലാം പ്രാരബ്ധാനുസാരം സംഭവിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. ഒരാൾ രാജാവായിട്ടായിരിക്കും, ഒരാൾ മന്ത്രിയായിട്ടായിരിക്കും, ഒരാൾ വളരെയധികം താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരാളായിട്ടായിരിക്കും, വേറൊരാൾ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരായിട്ടായിരിക്കും. അതൊക്കെ കർമ്മഫലാനുസാരം വന്നു ഭവിച്ചിട്ടുള്ള പ്രാരബ്ധങ്ങളാണ്. ഈ പലതരത്തിലുള്ള പ്രാരബ്ധങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം വസ്തുബോധത്തിലേക്ക് ഉണരുന്നതിനുള്ള അവസരം ഒരേപോലെയാണ്. ഏത് താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവനായാലും ശരി, ഉയർന്ന നിലയിൽ ജീവിക്കുന്നവനായാലും ശരി, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഈ ഞാനല്ല നിന്നിലെ യഥാർത്ഥ ഞാൻ. ഇവിടെ ഇരുന്ന് താഴ്ന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും ഉയർന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അയാൾ എന്താ കേൾക്കുന്നത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ കുട്ടപ്പനല്ല, ഈ താഴ്ന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടപ്പനോ ഔസേപ്പോ ബഷീറോ അല്ല. ഈ ശരീരത്തിനകത്ത് ആ താഴ്ന്ന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവൻ കേട്ടാലും ശരി, ഉയർന്ന നിലയിൽ ജീവിക്കുന്നവൻ കേട്ടാലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഗ്രാഹ്യമാകുന്നത് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ, ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ, ഇന്ത്യക്കാരനായാലും ശരി, റഷ്യക്കാരനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ഏതൊരാളിനും ഈ വസ്തുബോധത്തിലേക്ക് ഒരേപോലെ പ്രാപ്തിയുണ്ടാകും. അതങ്ങോട്ട് ശരിയാവണ്ണം ഗ്രഹിച്ച് ആ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമാണ് സത്സംഗം അല്ലെങ്കിൽ സ്വാധ്യായം. സത്സംഗത്തിലൂടെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അതിനെ പ്രാപിക്കാൻ സാധിക്കും. സ്വാധ്യായത്തിലൂടെ ചിലപ്പോൾ അനവധി ജന്മങ്ങൾ വേണ്ടിവരും. നിങ്ങൾ ഭാഗവതം മുഴുവനും ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് നിങ്ങൾക്ക് എത്ര കാലം വേണം ആ ഭാഗവതം മുഴുവനും ഒന്ന് വായിച്ച് തീർക്കണമെങ്കിൽ? അതേ സമയത്ത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സത്സംഗം
ഒരു നിമിഷം നിങ്ങൾ കേട്ടാൽ മതി, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് കേട്ട് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾക്ക് അതായിട്ട് മാറാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കതിനെ പ്രാപിക്കാൻ സാധിക്കും സത്സംഗത്തിലൂടെ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് സത്സംഗത്തിൻ്റെ ആ പ്രാധാന്യമില്ലേ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവൻ മുക്തി. കഴിഞ്ഞ ദിവസം ഒരു ജീവൻ മുക്തയായ സ്ത്രീ, എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്ത്രീ ഫോൺ വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചു. കോട്ടയത്ത് ഉള്ള ഒരു സ്ത്രീയാണ്. പുഷ്പമണി എന്നാണ് അവരുടെ പേര്. നമ്മളിവിടെ പറയാറില്ല സ്ത്രീകൾക്ക് ബുദ്ധൻ ദീക്ഷ കൊടുത്തില്ല, ജൈനറിൽ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കുന്നില്ല. എനിക്കിപ്പോഴും അത്ഭുതമാണ്, എന്തുകൊണ്ട് കൊടുത്തില്ല, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, എന്ത് കാരണത്താലാണ് കൊടുക്കാതിരുന്നത്? എന്താ, സ്ത്രീകൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവില്ലേ? ഈ ശരീരത്തിൽ നാമരൂപധാരിയായിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിൽ മാത്രമല്ല സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയായ ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് കേൾക്കുന്ന അവസരത്തിൽ ഗ്രഹിക്കാനുള്ള ത്രാണി സ്ത്രീകൾക്കില്ലേ? പുരുഷനുണ്ടെങ്കിൽ അതുപോലെ സ്ത്രീക്കുമുണ്ട്. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ആ സ്ത്രീയുടെ സംസാരം. അരമണിക്കൂർ സമയം അവർ സംസാരിച്ചു. അവർ എല്ലാ തരത്തിലുള്ള അറിവുകളും നേടിയിരിക്കുന്നു. പക്ഷേ ആ അനുഭവ ബോധത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആരോ ഒരാൾ അവർക്ക് 2 നമ്മുടെ പ്രഭാഷണങ്ങളുടെ അദ്വൈതാനുഭൂതിയുടെ 2 പ്രഭാഷണങ്ങൾ അയച്ചു കൊടുത്തു. എങ്ങനെയോ അവർക്ക് അത് 2 കേൾക്കാൻ കഴിഞ്ഞു. കേൾക്കാൻ കഴിഞ്ഞപ്പോൾ അവരുടെ ആ അറിവ് നിലയ്ക്ക് വലിയ മാറ്റമുണ്ടായി. അവർ യൂട്യൂബിലൂടെ ഇതപര്യന്തമുള്ള എല്ലാ പ്രഭാഷണങ്ങളും ഇരുന്ന് കേട്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ അതേ സമയത്ത് എല്ലാ അറിവുകളും നേടിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ അറിവ് നില കേട്ട് അവരറിയാതെ തന്നെ ആ നിലയിലേക്ക്, അനുഭവ നിലയിലേക്ക് അവർക്ക് ഉയരാൻ സാധിച്ചു. ആത്മാനുഭൂതിയിൽ ആനന്ദമഗ്നയായിട്ട് കഴിയുകയാണ് ഇപ്പോൾ. അവർ ജീവൻ മുക്താവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ്. കോട്ടയത്തുകാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച കാരണം, സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല, സ്ത്രീകൾക്കതിന് പ്രാപ്തിയില്ല എന്നൊക്കെ പറയുന്നതിന് തെളിവാണിത്. ആ സ്ത്രീ ഇപ്പോൾ ജീവൻ മുക്താവസ്ഥയിൽ കഴിയുകയാണ്. ഏതാണ്ട് ബാലകൃഷ്ണൻ നായർ സാറൊക്കെ ഏത് പ്രകാരത്തിലാണോ കഴിഞ്ഞിരുന്നത് ആ നിലയിൽ അവർ കഴിയുകയാണ് സ്ത്രീ. അതുകൊണ്ട് ഇവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. നീയാവുന്നു. നീ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്. ആരുടെ ഉള്ളിലാണില്ലാത്തത്? ചാത്തൻ്റെയും ബ്രാഹ്മണൻ്റെയും പറയൻ്റെയും പുലയൻ്റെയും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, അജ്ഞാനം, അറിവുന്നില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ജന്തുക്കളെല്ലാം, നമ്മളെല്ലാം ജന്തുക്കളാണ്. എന്തുകൊണ്ടാണ് ജന്തു എന്ന് പറയുന്നത്?
ആ വസ്തുബോധത്തിലേക്ക് നമ്മൾ ഉണർന്നിട്ടില്ല. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം എന്ന അറിവ് എന്ന ജ്ഞാനം അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഭഗവത്ഗീത പറയുന്നത്, അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി. മോഹിതരായിട്ട് കഴിയുന്നു. എങ്ങനെയാ മോഹം? ഏതു തരത്തിലുള്ള മോഹമാണ്? ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഉയർന്ന ജാതിക്കാരനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ സ്വാമിയാണ്. ആ തരത്തിലുള്ള ഭാവവും അജ്ഞാനമാണ്. ഞാൻ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന ഭാവത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള ഭേദവുമില്ല. ഞാൻ ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, ആ അനുഭവ നിലയിലേക്ക് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ, ഉയർന്നു കഴിഞ്ഞാൽ, ഹീനജാതിക്കാരനിലിരിക്കുന്ന അതും ഉയർന്ന ജാതിക്കാരനിലിരിക്കുന്ന അതും ഇന്ത്യക്കാരനിലിരിക്കുന്ന അതും റഷ്യക്കാരനിലിരിക്കുന്ന അതും പട്ടിയിലിരിക്കുന്ന അതും പൂച്ചയിലിരിക്കുന്ന അതും ഏകം, ഒന്ന്. അവിടെ വ്യത്യാസങ്ങളില്ല. അതാണ് സമദർശിത്വം, സമദർശനം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് അറിവ്. ഇല്ലാതെ എന്തെങ്കിലും കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നതല്ല. കാണാതെ പഠിച്ചാലൊന്നും കിട്ടുകയില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതാണ് എന്നിലെ യാഥാർത്ഥ്യം, എന്നിലെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ ഞാൻ പ്രതിബിംബം മാത്രം, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നത്. ആ പ്രതിബിംബത്തിന് ആധാരമായിരിക്കുന്ന ബിംബം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അതിനെയാണ് അറിയേണ്ടത്. ശങ്കരാചാര്യസ്വാമികളുടെ 63-ാമത്തെ മന്ത്രം, മുഹുരസ്ഥം മുഖം യദ്വത് മുഖവത് പ്രഥതേ മൃഷ ബുദ്ധിസ്ഥാഭാസകസ്തദ്വത് ആത്മവത് പ്രഥതേ മൃഷ. മുഹുരസ്ഥം, കണ്ണാടിയിൽ കാണപ്പെടുന്ന നമ്മുടെ പ്രതിബിംബം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ബിംബം കാണും, പ്രതിബിംബം കാണും. അതാണ് മുഹുരസ്ഥം. മുഹുരം കണ്ണാടി. ആ മുഹുരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിബിംബം മുഖം യദ്വത് മുഖവത് പ്രഥതേ മൃഷ. മൃഷ വെറുതെ, മുഖം പോലെ കാണപ്പെടുന്നു. അത് യഥാർത്ഥ മുഖമല്ല. ആ കണ്ണാടിയിലുള്ള അഴുക്കുകൾ മുഴുവനും ആ പ്രതിബിംബത്തിൽ കാണപ്പെടും. കണ്ണാടിയിൽ എന്തെല്ലാം അഴുക്കുകളുണ്ടോ അതെല്ലാം ആ പ്രതിബിംബത്തിലും കാണപ്പെടും. അതുപോലെ ബുദ്ധിസ്ഥാഭാസക, നമ്മുടെ ബുദ്ധിയിൽ, അന്ധകരണത്തിൽ പ്രതിബിംബിക്കുന്ന ആ ചിതാഭാസനിൽ, ആ യഥാർത്ഥ വസ്തുവിൻ്റെ പ്രതിബിംബമാകുന്ന തന്നിലെ ഞാനിൽ, ആ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. ആ ഞാനിൽ അന്ധകരണത്തിലുള്ള സർവവും കാണപ്പെടും. എന്തെല്ലാം? കാമക്രോധ ലോഭ മോഹ ആദികളെല്ലാം ആ പ്രതിബിംബത്തിൽ എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാനിൽ ഉണ്ടായിരിക്കും. എന്നാൽ എന്നിലെ താനിൽ ഇതൊന്നുമില്ല. ബിംബം എന്നിലെ താൻ. ഏതാണ്? എന്നിലെ അത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്ന അത്. ഈ ശരീരത്തിന് മുൻപ് നിങ്ങൾ ഏതെല്ലാം ശരീരങ്ങളിൽ ജീവിച്ചിരുന്നുവോ ആ ശരീരങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന അത്. ഇതപര്യന്തം എത്രയെത്ര ലക്ഷോപലക്ഷം ശരീരങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന അത് ഇപ്പോൾ ഈ ശരീരത്തിലും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ്
സ്വയം ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഇതല്ല. ഏത്? ഈ നാരായണനല്ല, ഈ കുട്ടപ്പനല്ല, ഈ നായരല്ല, ഈഴവനല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല. ഇതൊക്കെ നാമവും രൂപവും മാത്രം. ഇതൊന്നുമല്ല ഞാൻ. ഇതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന എന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം. ഏതെല്ലാം ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടോ ആ ജന്മങ്ങളിലെല്ലാം സാക്ഷിയായിട്ട് അതത് ശരീരങ്ങളിലുണ്ടായിരുന്ന ആ സാക്ഷി ചൈതന്യം ഇപ്പോൾ ഈ ശരീരത്തിലും സാക്ഷിയായിട്ട് നിൽക്കുന്നു. ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച്, അതാണ് സോഹം മന്ത്രം. സഹ അഹം, അതാണ് ഞാൻ. സഹ അഹം, അത് അല്ലെങ്കിൽ അവൻ, അതാണ് ഞാൻ. അതാണ് ആ മന്ത്രം. സോഹം സോഹം സോഹം. അതുകൊണ്ടാണ് ആ മന്ത്രം ചൊല്ലാൻ പറയുന്നത്. മന്ത്രം ചൊല്ലുന്നതിനാണ് ഈ ബോധം നിലനിർത്താൻ വേണ്ടി. മന്ത്രത്തിലൂടെ എന്തെങ്കിലും പിടിച്ചെടുക്കാനല്ല. ആ മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ല മന്ത്രം ചൊല്ലുന്നത്. ആ മന്ത്രം ചൊല്ലുമ്പോൾ ഈ ബോധം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്. സോഹം സോഹമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവം പ്രകാശിച്ചു നിൽക്കണം. എന്താ? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന അവൻ. എവൻ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ പരമേശ്വരൻ, പരമേശ്വര ചൈതന്യം. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും പട്ടിയിലും പൂച്ചയിലും. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവ സ്വപാകേച പണ്ഡിതാഹ സമദർശന. പട്ടിയിലും പൂച്ചയിലും, പട്ടിയെ കൊന്നു തില്ലുന്ന ചണ്ടാളനിലും, എല്ലാത്തിലും കൂടി കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്നവൻ നടന്നു പോകുമ്പോൾ പട്ടിയെ കാണുമ്പോൾ അവൻ പട്ടിയിലെ തന്നെ കാണും. പട്ടിയിലിരിക്കുന്ന തന്നെ കാണും. എന്നിലിരിക്കുന്ന താൻ തന്നെയാണ് പട്ടിയിലിരിക്കുന്ന പട്ടിത്വം, എന്നിലിരിക്കുന്ന മനുഷ്യത്വം, പട്ടിയിലിരിക്കുന്ന പട്ടിത്വം, പക്ഷിയിലിരിക്കുന്ന പക്ഷിത്വം, പക്ഷിയിലിരിക്കുന്ന താൻ, പട്ടിയിലിരിക്കുന്ന താൻ, തന്നിലിരിക്കുന്ന താൻ. അതേകം. അതാണ് ഏകോ ഉപനിഷത്ത് പറയുന്നത്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി കർമാധ്യക്ഷഃ സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ നിർഗുണ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം എവിടെ? നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സ്വരൂപമായിട്ടിരിക്കുന്നു. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് ഉണർന്ന് ആ ഉണർവ് നിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അവനാണ് ആധ്യാത്മികത നിലനിർത്തുന്ന ആൾ. നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ പോകുന്നുണ്ട് എങ്കിലും ഈ ഭാവം നിലനിർത്തുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. വേസ്റ്റ് ഓഫ് ടൈം. ഈ ഭാവം നിലനിർത്തണം. യദ്ഭാവോ തദ്ഭവതു. ആ ഭാവം സദാ നിലനിർത്തിയാൽ മാത്രമേ അതിലേക്ക് നിങ്ങൾ ഉയർന്നുയർന്ന് അതായിത്തീരുകയുള്ളൂ. ഏതുപ്രകാരം? ഈട്ടിത്തടിയുടെ കാതലിൻ്റെ കറുപ്പ് ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നത് പോലെ. പെട്ടെന്നൊന്നും വർദ്ധിക്കുന്നില്ല, കാലം കൊണ്ടാണ്. അതാണ് കാലേന ആത്മനി വിന്ദതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് നിരന്തരമായിട്ട് ഈ ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അയാൾ മാത്രമേ ആധ്യാത്മികതയിലേക്ക് ഉയരുകയുള്ളൂ. ഇതെളുപ്പമൊന്നുമല്ല.
ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ബഹൂനാം ജന്മനാമന്തേ, എത്രയെത്ര ശരീരങ്ങളിൽ കൂടി കടന്നു വരണം, എത്രയെത്ര ജന്മങ്ങൾ കഴിയണം. മനുഷ്യ ശരീരത്തിലാണെങ്കിൽ പോലും എത്ര ജന്മങ്ങൾ കഴിയണം. എത്രയോ പ്രാവശ്യം നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. ആ ശരീരങ്ങളിൽ ജീവിച്ചിരുന്നപ്പോഴൊക്കെ ഇതൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ആ കേട്ടത് അനുഭവതലത്തിൽ വന്നിട്ടില്ല. അനുഭവതലത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ല. അനുഭവതലത്തിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്? യഥാ നദ്യഃ സ്യന്ദമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? അറിയുന്നവൻ. എന്താ അറിവ്? ഈ ഇപ്പം കേട്ട കാര്യം തന്നെ. ഞാനെന്ന് പറയുന്ന ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അപ്പോൾ ഇതിൽ നിന്ന് അതിലേക്ക് ഒഴുകി അതുമായിട്ട് യോജിക്കണം. അതാണ് ആ ഉപനിഷത്ത് പറയുന്നത്. യഥാ നദ്യഃ സ്യന്ദമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. നദി, നാമരൂപത്തോടു കൂടിയ നദി, ഗംഗാനദി ഒഴുകി 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 ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേർന്ന് നാമവും രൂപവും വെടിഞ്ഞ് സമുദ്രവുമായിട്ട് ചേർന്ന് സമുദ്രാകാരമായി തീരുന്നത് പോലെ ഞാനാകുന്ന ജീവൻ ഒഴുകി ഒഴുകി തന്നിൽ തന്നെയുള്ള ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് തന്നിലെ താനുമായിട്ട് യോജിക്കണം. ദറ്റ് ഈസ് കാൾഡ് യോഗ. അതാണ് ജീവപരയോരൈക്യം യോഗ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ 21 കഴിഞ്ഞ യോഗ ഡേയിൽ കണ്ട യോഗയല്ല. അതൊക്കെ എക്സസൈസുകൾ, അതൊക്കെ ആവശ്യമാണ്. ശരീരമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറയാനൊക്കൂ. ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് ലോകം മുഴുവനും യോഗ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി അതിനെ അഭിനന്ദനം അറിയിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ആ യോഗ ഉണർവിലാണ്. അത് ക്രമമായിട്ട് ഉയർന്നുയർന്ന് അവർക്ക് ഈ തരത്തിലുള്ള സത്സംഗം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് മെല്ലെ മെല്ലെ വസ്തുബോധത്തിലേക്ക് ഉണരും. പക്ഷെ നമ്മളെല്ലാം ഇപ്പോഴും ഏതവസ്ഥയിലാണ് കഴിയുന്നത്? ആഹാര നിദ്ര ഭയമൈഥുനാനി സമാനി ചെയ്താനി നരാണാം പശൂനാം. ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേന ഹീനോ പശുഭിർ സമാനഃ. പശുക്കളെ പശു എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ. നമ്മളെല്ലാം ജന്തുക്കൾക്ക് സമാനമാണ്. എന്തുകൊണ്ട്? തിരിച്ചറിവില്ല. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്ന് പറയുന്നത് ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ദാറ്റ് ഈസ് തിരിച്ചറിവ്. വേറൊന്നുമില്ല. തിരിച്ചറിവ് എത്ര ലളിതം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം എന്നിലെത്താൻ അത്. അതാണ് തത്വമസി. ഛാന്തോഗ്യോപനിഷത്ത്, സാമവേദം. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്ന ബഹൂനാം ജന്മനാമന്തേ, അനവധി ജന്മങ്ങളുടെ അവസാനത്തിൽ ഇപ്പോഴും മനുഷ്യ ശരീരത്തിലിരിക്കുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ നില പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്ര സമയം അതിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്? ഇല്ല. ഉള്ളതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ കോട്ടയത്തെ പുഷ്പമണി, അതാണ് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം. ആ പുഷ്പമണി ഭർത്താവിട്ട് വീട്ടിൽ ഒരു മകളുണ്ട്. ആ മകളെ ആറ്റിങ്ങലിൽ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷേ ആ പുഷ്പമണി 24 മണിക്കൂറും ഈ ഭാവത്തിൽ തന്നെയാണ് കഴിയുന്നത്.
നമ്മുടെ ഈ പ്രഭാഷണം അവർ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആ ഭാവം നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടോ? ഏതെങ്കിലും ഒരു കൈ പൊക്കാനുണ്ടോ? ചുമ്മാ കിട്ടുകയില്ല. അതാണ് യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം ന അയമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുനാ ശ്രുതേന. ഞാൻ സ്വാമിയുടെ പ്രഭാഷണം എല്ലാം കേട്ടിട്ടുണ്ട്. ക്യാ ബലം? എല്ലാം കേട്ടിട്ടും എന്തു ഫലം? നിങ്ങളിലേക്ക് എത്രമാത്രം യാത്ര ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ഉള്ളിലേക്ക് എത്ര യാത്ര ചെയ്യുന്നുണ്ട്? നിങ്ങളിലെ താനിലെത്തിച്ചേരണം. തന്നിലെ താനിലെത്തിച്ചേരണമെങ്കിൽ ആന്തരികമായ യാത്ര ആരംഭിക്കണം. ആന്തരികമായ യാത്ര എന്ന് പറയുന്നത് എന്താണ്? സദാ വിചാരം. അതിന് നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പരിക്കും ഏൽപ്പിക്കേണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ഭാവത്തോടുകൂടി ശിവോഹം. ഭർത്താവ് കേട്ടാൽ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ ശിവോഹത്തിൻ്റെ ഒച്ച വെളിയിൽ കേൾക്കണ്ട. ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാരും കേട്ടാൽ ശരിയാകില്ല. ശരിയാകുന്ന ഭർത്താക്കന്മാരുണ്ട്, ശരിയാകാത്ത ഭർത്താക്കന്മാരുണ്ട്, ശരിയാകുന്ന ഭാര്യമാരുണ്ട്, ശരിയാകാത്ത ഭാര്യമാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വരക്ഷയ്ക്ക് വേണ്ടി വളരെ ഗോപ്യമായിട്ട് ഉള്ളിൽ ആ മന്ത്രജപം ശിവോഹം. ശിവം, ആ മംഗളസ്വരൂപം. ഏത്? തന്നിലെത്താൻ. ശിവം എന്ന് പറഞ്ഞാൽ തന്നിലെത്താൻ. വേറെ മറ്റേ പാർട്ടിയല്ല, പാമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല. ശിവം, എന്നിലെത്താൻ. ആ മംഗളസ്വരൂപം അതുള്ളത് കൊണ്ടാണ് ഈ ശരീരം മംഗളസ്വരൂപിയായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ടാണ് പറയുന്നത് ആ ശിവം ശിവഹ അഹം ശിവോഹം. ആ മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കണം. ഉള്ളിൽ അജപാരൂപത്തിൽ സദാ നമ്മുടെ ഉള്ളിൽ ആ ഭാവം ജ്വലിച്ചുകൊണ്ടിരിക്കണം, സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും നാരായണ 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 എന്നൊക്കെ വിളിക്കുന്ന എത്രയോ പേരുണ്ട്. നാരായണനെ വിളിച്ചാലൊന്നും മോക്ഷം കിട്ടുകയില്ല. അപ്പം നാരായണനെ വിളിക്കുന്നവർക്ക് ദേഷ്യം വരും. സ്വാമി എന്താ പറയുന്നത്? നാരായണനെ പ്രാപിക്കാം. ആരാണോ സമർപ്പണ മനോഭാവത്തോടുകൂടി നാരായണനെ ആശ്രയിക്കുന്നത്, നിങ്ങൾക്ക് നാരായണനെ പ്രാപിക്കാൻ സാധിക്കും. നാരായണൻ ബ്രഹ്മമാണെന്നുള്ള അറിവോടുകൂടിയാണ് ആ പ്രാപ്യത നടക്കുന്നത് എങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരവും കിട്ടും. അതറിവ്. ആ അറിവുണ്ടെങ്കിൽ പറ്റും. ആ നാരായണ ബ്രഹ്മത്തെ, നാരായണൻ ബ്രഹ്മമാകുന്നു. നാരായണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. നാരായണ ബ്രഹ്മം എന്ന ഭാവത്തിലാണ് നിങ്ങളുടെ ഉയർച്ചയെങ്കിൽ നിങ്ങൾ ആ നാരായണനെ പ്രാപിച്ച് അതിൽ നിന്ന് ഉയർന്ന് ബ്രഹ്മത്തെ പ്രാപിച്ച് നാരായണൻ കൊഴിഞ്ഞു പോകും. ബ്രഹ്മഭാവം ഉണ്ടെങ്കിൽ. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ച് നിൽക്കുകയില്ല. ഏതെങ്കിലും ഒരെണ്ണത്തെ പിടിക്കാൻ പോലും കഴിയുന്നില്ല, പിന്നെ രണ്ടും കൂടെ എങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് തന്നിലിരിക്കുന്ന താൻ, വേറെ ഒന്നിനെയും പിടിക്കണ്ടല്ലോ, വേറെ ഒന്നിനെയും ആശ്രയിക്കണ്ട, ഒരു ദൈവത്തെയും ആശ്രയിക്കണ്ട. ആ ദൈവമെന്ന് പറയുന്നത് തന്നെയാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളിലെ താൻ തന്നെയാണ് ആ ദിവ്യവസ്തു, ദിവ്യം. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്.
ദിവ്യസ്വരൂപമായതുകൊണ്ടാണ് അതിനെ ദൈവം എന്ന് പറയുന്നത്. ആര്? തന്നിലെ താൻ, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ബോധിച്ച് തിരിച്ചറിഞ്ഞ്, ഇതാണ് തിരിച്ചറിവ്. അതാണ് നമ്മൾ ജ്ഞാനപ്രസാദത്തിൽ എഴുതിയിട്ടുള്ളത്. തിരിച്ചറിവിലൂടെ ഏതൊരാളാണോ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ആ താനുമായിട്ട് യോജിക്കുന്നത്, അതാണ് മോക്ഷമാർഗം. നമ്മൾ ജ്ഞാനപ്രസാദത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മോക്ഷമാർഗം. വേറെ ഒരു തരത്തിലുള്ള മോക്ഷവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല, നിങ്ങളിൽ കൂടിയല്ല. യു ആർ ദ ഗേറ്റ് വേ. കാശി പോയാൽ മോക്ഷം കിട്ടുകയില്ല, കൈലാസത്തിൽ വലിഞ്ഞു കയറിയാൽ മോക്ഷം കിട്ടുകയില്ല, എവിടെ പോയാലും മോക്ഷം കിട്ടുകയില്ല, ഗുരുവിൽ വലിഞ്ഞു കയറിയാൽ മോക്ഷം കിട്ടുകയില്ല. അല്ലേ? ഗുരുവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാൽ മോക്ഷം കിട്ടുമോ? കിട്ടുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണം, നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ പിടികൂടണം, തന്നിലെ താനുമായിട്ട് യോജിക്കണം. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അത് സംഭവിക്കാത്തിടത്തോളം കാലം വേറെ ഏതെല്ലാം തരത്തിൽ ഞാൻ മോക്ഷം നേടിത്തരാം എന്നൊക്കെ ആര് പറഞ്ഞാലും അതൊന്നും മുഖവിലക്കെടുക്കരുത്. കാരണം അതിലൂടെ ഒന്നും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം നിങ്ങളിൽ കൂടി മാത്രമേ കിട്ടൂ. നിസ്സാരമല്ലേ? ഈ ഞാനല്ല എന്നിലെ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, ആ ദിവ്യസ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്താൻ എന്താ പാട്? ഒരു ചെലവുമില്ലല്ലോ, പ്രത്യേക സമയം വേണ്ടല്ലോ. സ്വാമി പറഞ്ഞതുകൊണ്ട് എനിക്ക് വീട്ടുജോലിയൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. സർവ്വ വീട്ടുജോലിയും ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നിൽ നിന്നും ഒഴിയരുത്. ബി വിത്ത് ദ വേൾഡ്. എല്ലാത്തിൽ നിന്നും ഒഴിയേണ്ട കാര്യമില്ല, ഒന്നിൽ നിന്നും ഒഴിയേണ്ട കാര്യമില്ല. ബി വിത്ത് എവ്രിതിങ്. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഞാനിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷിസ്വരൂപം, അതാണ് എന്നിലെ താൻ. അതെന്നിൽ മാത്രമല്ല, അതാണ് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ അമ്മയിലും എൻ്റെ അച്ഛനിലും എൻ്റെ സഹോദരനിലും എൻ്റെ സഹോദരിയിലും എൻ്റെ മക്കളിലും എൻ്റെ അയൽവാസികളിലും എൻ്റെ അടുത്ത വീട്ടിലെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസൽമാന്മാരിലും പക്ഷിമൃഗാദികളിലും ഒക്കെ വൃക്ഷലതാദികളിലും ഒക്കെ ഇരിക്കുന്ന ആ ചൈതന്യം ഏകം. എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ താൻ തന്നെയാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്ന താൻ, അവളുടെ ഉള്ളിലിരിക്കുന്ന താൻ, പക്ഷിയുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം ഏകം. തന്നിലെ താനിൽ ഉറച്ചു കഴിയുമ്പോൾ ഈ അറിവ് നില നിങ്ങൾക്കുണ്ടാകുന്ന അവസരത്തിൽ പിന്നെ നിങ്ങൾക്ക് ശത്രുക്കളേയില്ല. ആരാ ശത്രു? നീ തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം ഏകം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് യോജിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്, ആന്തരിക യാത്രയിലൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് വേറെ കാശിയോ കൈലാസമോ ഒന്നും പോയാൽ കിട്ടുകയില്ല, ഒരു സ്ഥലത്ത് പോയാലും കിട്ടുകയില്ല. എന്നാണോ ഈ അറിവ് നിങ്ങളിൽ
പ്രകാശിക്കുന്നത്. പ്രകാശിച്ചാൽ മാത്രം പോരാ, അതിലേക്ക് നിങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. നിരന്തര വിചാരത്തിലൂടെ, നിരന്തര വിചാരം. എന്താ വിചാരം? സോഹം സോഹം സോഹം, ശിവോഹം ശിവോഹം ശിവോഹം. എപ്പോഴും ആ വിചാരം നമുക്ക് നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്, ഇല്ലേ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഇതുവരെ ആ ഭാവം ഇല്ല, ശൂന്യം. അതേസമയത്ത് ആ പുഷ്പമണി വീട്ടിൽ സകല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു സാധകനായാലും ചെയ്യുന്ന കാര്യം ആ ഭാവം സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകം വേഷം കെട്ടലൊന്നും ആവശ്യമില്ല. സന്യാസിയാകണ്ട, മൊട്ടയടിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങളെങ്ങനെയാണോ വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഈ അറിവ് നില നിങ്ങളുടെ ഉള്ളിൽ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കണം, എന്താ ഈ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ അല്ല ഞാൻ, ഈ ചക്ക വെട്ടുന്ന സ്ത്രീയെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന ഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആ താനിലേക്ക് ഉയരും. അതിൽ സ്ഥിതി നേടുകയാണെങ്കിൽ നിങ്ങൾ സമാധിയിലാകും. ആ ശ്രദ്ധ ആരിലാണോ ഗാഠമായിട്ട് നിലനിൽക്കുന്നത് അതാണ് സമാധി. അതിലേക്ക് ഉയർന്ന് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ നിലയിൽ തന്നെ സദാ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാനിൽ നിന്ന് വിട്ടുമാറുന്നു. ഞാനിൽ നിന്ന് വിട്ടുമാറി തൻ്റെ ഉള്ളിലുള്ള തന്നിലെ താനുമായിട്ട് ഏകീഭവിച്ചിരിക്കുന്ന നിലയിൽ നിങ്ങൾ നിശ്ചലമായി പോകും, നിശ്ചിന്തയിലായി പോകും, നിർവികാര സ്വരൂപത്തിലായി പോകും. അതാണ് സമാധി, സദാഭാവം. ആ ഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. രാമകൃഷ്ണദേവനൊക്കെ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു. വളരെ എളുപ്പമൊന്നുമല്ല. രാമകൃഷ്ണദേവൻ പോലും രാമകൃഷ്ണദേവന് ഭവതാരിണി ദേവിയുമായിട്ടുള്ള ആ സാകാര ഭാവം, സാകാര രൂപം, ദേവീഭാവം, മാതൃഭാവത്തിൽ അമ്മയെ ആരാധിച്ചുകൊണ്ടിരുന്നു. ആ രൂപത്തിൽ നിന്ന്, സാകാരഭാവത്തിൽ നിന്ന് മാറാൻ രാമകൃഷ്ണദേവന് കഴിയുന്നേയില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഒരു സന്യാസി അവിടെ എത്തിച്ചേർന്നത്, തോതാപുരി, നഗ്നൻ. അദ്ദേഹം ആ സന്യാസിയെ വിളിച്ചിരുന്നത് നങ്കാ ബാബ എന്നാണ്, നഗ്നനായതുകൊണ്ട്. അദ്ദേഹം രാമകൃഷ്ണദേവനോട് ആ സാകാര രൂപത്തിൽ നിന്ന് നിരാകാര രൂപത്തിലേക്ക് മാറുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അവസാനം ശാസനാരൂപത്തിൽ പറയാൻ തുടങ്ങി. അവസാനം ബലാത്കാരമായിട്ട് നീ നിൻ്റെ അമ്മയോട് ചോദിക്കൂ, അനുവാദം വാങ്ങിച്ചിട്ട് വരണമെന്ന് രാമകൃഷ്ണദേവൻ പറയുന്നു. ഞാൻ അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് വരാം. അമ്മയിൽ നിന്ന് എൻ്റെ ശ്രദ്ധയെ മാറ്റി സാകാരഭാവത്തിൽ നിന്ന് നിരാകാര ഭാവത്തിലേക്ക് മാറണമെങ്കിൽ അമ്മയുടെ അനുവാദം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ശരി വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. പക്ഷേ രാമകൃഷ്ണദേവൻ അമ്പലത്തിൽ പോയി ഭവതാരിണി ദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ ഒന്നും പറയില്ല. പോയിട്ട് 3 മണിക്കൂർ നേരം തോതാപുരി വെളിയിൽ കാത്തു നിന്നു. അവസാനം എത്തി നോക്കി, ഒരേ നിൽപ്പ് അമ്മയുടെ മുമ്പിൽ, കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. വിളിച്ചു, ഇറക്കി, ചോദിച്ചോ? ഇല്ല, ചോദിക്കാൻ കഴിയുന്നില്ല.
അവസാനം അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു കണ്ണാടിച്ചില്ല് എടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒന്ന് പോറിയിട്ട് ഈ ഭാവത്ത് നിൻ്റെ ശ്രദ്ധയെ നിലനിർത്താനായിട്ട് തോതാപുരി ബലാത്കാരമായിട്ട് ശാസനാരൂപത്തിൽ ആവശ്യപ്പെട്ടു. രാമകൃഷ്ണദേവൻ ആ ഭാവത്തിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഇരിപ്പ് 3 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഉണർന്നത്. സാകാരഭാവത്തിൽ നിന്ന് നിരാകാരഭാവത്തിലേക്ക് അങ്ങനെയാണ് രാമകൃഷ്ണ ദേവൻ മാറുന്നത്. അതുകൊണ്ട് ഇതെളുപ്പമൊന്നുമല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനവാൻ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജ്ഞാനമാർഗം. ഒരു സാധനയും വേണ്ട. ഈ ഭാവം സദാ നിലനിർത്തുന്നത് തന്നെയാണ് സാധന. സാധന വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാധന ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതിനകത്തും സാധന മാത്രമേ ഉള്ളൂ. എന്താ സാധന? ഭാവം. യദ്ഭാവോ തദ്ഭവം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ. ആ തന്നിലെ തന്നെ കാണാതെ കാണണം. ആരെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? കാണാതെ കാണണം. വൈദ്യുതിയെ നിങ്ങൾ കാണാതെ കാണുന്നില്ലേ? വളരെ സന്തോഷമായിട്ട് പറയുമല്ലോ, ഇപ്പോൾ കറണ്ട് ഉണ്ടോടാ? ഉണ്ട്. കണ്ടിട്ടാണോ പറയുന്നത്? കറണ്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നല്ലോ, കണ്ടിട്ടാണോ പറയുന്നത്? അതാണ് കാണാതെ കാണൽ. അനുമാനം. ഉപാധികളിലൂടെ അനുമാനിക്കുന്നു. ഉണ്ട്, കറണ്ടുണ്ട്. ഫാനിൻ്റെ കറക്കം നിന്നാൽ അപ്പം പറയും കറണ്ട് പോയി. പോയത് കണ്ടോ? ഇല്ല. ഇതാ വന്നു അല്ലേ? ഫാൻ കറങ്ങാൻ തുടങ്ങിയപ്പോൾ ഉടനെ പറയുന്നു വന്നു. കണ്ടോ? കണ്ടിട്ടാണോ പറയുന്നത്? അല്ല. പക്ഷേ നമ്മൾ കാണാതെ കാണുന്നു. ആ കാണാതെ കാണുന്നത് പോലെ തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെയും കാണാതെ കാണണം. ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ട്? അറിവിലൂടെ. ഞാൻ ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞു. ഇതല്ല ഞാൻ, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് എനിക്ക് ബോധ്യമായി. ആ അറിവ് ഉറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതാണ് എന്ന് തന്നെയാണ് എൻ്റെ അറിവ് നില. അത് അറിവേ സ്വരൂപമായിരിക്കുന്നു. അതിൻ്റെ സ്വരൂപം അറിവ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിലെ സിദ്ധന്മാരൊക്കെ പറയുന്നത് അറിവേ സ്വരൂപം എന്നാണ് അതിനെക്കുറിച്ചുള്ള സിദ്ധന്മാരുടെ ഭാഷ. അതുകൊണ്ട് ആ അറിവ് നിലയിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉള്ളതായിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആ ദിവ്യ വസ്തുവിനെ കാണാതെ കാണണം. എങ്ങനെ? അതുണ്ടല്ലോ, അതില്ലെങ്കിൽ എന്താ നിങ്ങളുടെ അവസ്ഥ? ശവം. എന്താ ഇത് അറിഞ്ഞൂടെ? സത്യമല്ലേ? ഏതിനെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അത് ഇല്ലെങ്കിൽ, ആ ശിവം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ശവം. ഉറപ്പാണല്ലോ. അപ്പം ഇപ്പം ശവമാകാതെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താ? ഉള്ളിൽ അതുണ്ട്, ശിവം ഉണ്ട്, അറിവ്. ആ ഉള്ളതായിട്ടുള്ള അറിവ് നിങ്ങളിൽ ഉറക്കും തോറും നിങ്ങൾ അതിനെ കാണുകയാണ് ചെയ്യുന്നത്. അതാണ് കാണാതെ കാണൽ. കാണാതെ കാണൽ. ആ അറിവ് ക്രമാനുഗതമായിട്ട്
ഉറച്ചു വരണം. അതാണ് ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കും പോലെ എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. അതിനാണ് പറഞ്ഞത് നിരന്തര വിചാരം. ശരിയായിട്ട് ചിത്തശുദ്ധി ഉള്ളവർക്കാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഓക്കെ, മനസ്സിലായി സ്വാമി, എവിടെ പോകുന്നു, ഇനി എനിക്കൊന്നും കേൾക്കാനില്ല, ഇത് മതി, ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപത്തെക്കുറിച്ച്, അതാണ് സ്വരൂപജ്ഞാനം. നമ്മൾ സ്വരൂപജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് സത്സംഗം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സദാസമയവും തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ വിടർത്തി തന്നിൽ തന്നെയുള്ള ആ താനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതിന് നിരന്തര വിചാരം. അതിനാണ് ആ മന്ത്രം, എന്താ, ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. മന്ത്രം ആവശ്യമില്ലെങ്കിൽ മന്ത്രം വേണ്ട. ആ ഭാവം സദാ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, വടിയില്ലാതെ നടക്കാൻ കഴിയുമെങ്കിൽ, മന്ത്രം വെറും ഒരു ഊന്നുവടി, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മന്ത്രം കൂടാതെ ആ ഭാവം നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഒരു മന്ത്രവും വേണ്ട. മന്ത്രം വെറും ഊന്നുവടി മാത്രം. ആ മന്ത്രത്തിലൂടെ കിട്ടാൻ വേണ്ടിയല്ല, ഒരു സഹായം. കിട്ടേണ്ടത് അറിവ് നിലയാണ്. അത് സത്സംഗത്തിലൂടെ എവിടുന്നാണോ കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ അത് കേട്ട് സ്വായത്തമാക്കണം. ഇതായിരിക്കണം കേൾക്കേണ്ടത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ ഇതാണ് കേൾക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായിരുന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഭഗവത്ഗീതയിലെ ഒരു മന്ത്രം പറയുന്നത്, ഓഷോ അതിനെ ഭഗവത്ഗീതയിലെ മഹാവാക്യമായിട്ട് എടുത്തിട്ടുണ്ട്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതേ മുനേഹി. ഏതൊരാളാണോ ഇതിനെക്കുറിച്ച് യാതൊരു, ഇപ്പോഴും നിങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ. കഴിഞ്ഞ ആഴ്ച ഇത് ഇവിടെ ഇരുന്ന് കേട്ടു. ഈ ആഴ്ച ഇവിടെ വരുന്നതുവരെയും ആ ഭാവം ഇല്ല. അതാണ് നിശ. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. ആ വസ്തുബോധത്തിലേക്ക് ഉണർന്ന സംയമി. സാധാരണ ജനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടിട്ട് ഈ ആഴ്ച വരുന്നത് വരെ നിങ്ങൾ നിശയിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, രാത്രിയിലായിരുന്നു. അതേ സമയത്ത് ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നയാൾ, നിങ്ങൾ ഇരുട്ടിനായിരിക്കുന്ന മുഴുവൻ സമയത്തും അയാൾ ഉണർവോടുകൂടിയിരിക്കുന്നു. അതാണ് യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നയാൾ സദാസമയവും, ഈ ആഴ്ച പോയിട്ട് ആ അടുത്ത ആഴ്ച വരുന്നതുവരെ. രാമകൃഷ്ണദേവൻ സദാസമയവും ആ ഭാവത്തിൽ തന്നെയാണ്, അമ്മ 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 എന്നുള്ള ഭാവത്തിൽ തന്നെയാണ്. ഞാൻ രാമകൃഷ്ണദേവനിലൂടെയാണ് വസ്തുബോധത്തിലേക്ക് ഉണർന്നത്. എന്നാൽ വസ്തുബോധത്തിലേക്ക് ഉണരുന്നതിന് മുമ്പ് വിവേകാനന്ദനിലൂടെ വസ്തുബോധത്തിലേക്ക് ഉണർന്നിരുന്നു. വിവേകാനന്ദനിലൂടെ വളർന്ന ഒരാൾ സിംഹതുല്യ പരാക്രമിയായിത്തീരും. അതിലൂടെയാണ് ഞാൻ ആദ്യം വളർന്നത്. അതിനുശേഷം രാമകൃഷ്ണദേവനിലെത്തിയപ്പോൾ വിവേകാനന്ദനിലൂടെ ആകുമ്പോൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഗർജിച്ച് കുതിച്ച് ചാടുന്ന കാട്ടാറിനെ പോലെയാണ്. രാമകൃഷ്ണദേവനിലൂടെ എത്തിയപ്പം സമതലത്തിൽ കൂടെ ഒഴുകുന്ന നദി പോലെ.
രാമകൃഷ്ണദേവൻ അവസാനം ബ്രഹ്മത്തിലേക്കാണ് എത്തിയത്. സദാ അമ്മ അമ്മ എന്നുള്ളതും ബ്രഹ്മം ബ്രഹ്മമായിട്ട് മാറി. അതൊക്കെ ഒരു കാലം. അപ്പം അതിനു മുൻപ് അതിനുള്ള അടിത്തറകളൊക്കെ നമ്മൾ ഇട്ടിരുന്നു. എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ പ്രകൃതി ഒരുക്കിത്തരും. കണ്ടില്ലേ, എൻ്റെ സന്യാസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഹിമാലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഹരിദ്വാറിൽ വെച്ച് എൻ്റെ മുണ്ടഴിപ്പിച്ചു. ഞാൻ ഉടുത്തുകൊണ്ട് പോയിരുന്ന ഈ കാഷായ കൈലി, അതാണ് ഉടുത്തുകൊണ്ട് പോയത്. ഒരാളെൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, അദ്ദേഹം വലിയ ആളാണ്, നിങ്ങൾ ഈ ഉടുത്തിരിക്കുന്നത് വിധിപ്രകാരം ഉടുത്തിട്ടുള്ളതല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സന്യാസി. ഞാൻ പറഞ്ഞു, എനിക്ക് അനുസരിക്കാൻ മാത്രമേ അറിയൂ, എന്നാൽ നിങ്ങൾ ഈ വസ്ത്രം ഇവിടെ വച്ച് അഴിച്ചു കളയണം, എന്നിട്ട് വെള്ള വസ്ത്രം ധരിക്കണം. ഞാനിവിടെ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ വെള്ള വസ്ത്രം ധരിച്ചു. ഗംഗോത്രിയിലേക്ക് പോകുന്ന യാത്ര ഹരിദ്വാറിലെത്തിയേ ഉള്ളൂ. ഹരിദ്വാറിൽ വെച്ച് ഞാൻ ഉടുത്തിരുന്ന കാവി കൈലി അഴിപ്പിച്ച് കളഞ്ഞിട്ട് വെള്ള വസ്ത്രം ധരിച്ച് ഞാൻ പിന്നെയും ഗംഗോത്രിയിലേക്ക് പോവുകയാണ്. ഗംഗോത്രിയിലെത്തിയപ്പോൾ ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലവും പിന്നിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ദർശനം. ഞാൻ ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു, അതിൽ കാഷായ വസ്ത്രങ്ങൾ വന്നു വീഴുന്നു. ദർശനം. ഈ ശരീരം ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു, അതിൽ കാഷായ വസ്ത്രങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, സന്യാസത്തിന് സമയമായി. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, സ്വാമി സന്യാസം സ്വീകരിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ വച്ച് സന്യാസം സ്വീകരിക്കണം, അതിനുള്ള സമയമായി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഹേയ് മിണ്ടരുത്, ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, സന്യാസത്തിനുള്ള സമയമായി. അദ്ദേഹത്തിൻ്റെ സഞ്ചിക്കകത്ത് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ച 4 വെള്ള കോറ മുണ്ട് ഡൈ ചെയ്ത് കാഷായ വസ്ത്രമാക്കി 4 എണ്ണം സഞ്ചിയിൽ തൂക്കിക്കൊണ്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമായിട്ടാണ് പോകുന്നത്. അവിടെ വച്ച് സന്യാസം ഉറയ്ക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ശരി സ്വീകരിക്കാം, പക്ഷേ ഒരു കാര്യം, നമ്മുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു, അയാൾ അറിയരുത്, അയാളോട് പറയരുത്. കാരണം അത്ര സത്സ്വഭാവിയാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അവിടെ വച്ച് എന്തിനാ പോകുന്നത്? പറക്കും സ്വാമി വിഷ്ണുദേവാനന്ദ ഹിമാലയത്തിൽ വെച്ച് 7 ദിവസത്തെ സപ്താഹം നടത്തി പരീക്ഷിത്ത് ശരീരം വെടിഞ്ഞതുപോലെ ശരീരം വെടിയാൻ പോകുന്നു എന്ന് പരസ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പോകുന്നത് എന്തിനാണ്? ഈ കലിയുഗത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സാക്ഷിയാകണമെന്ന് പറഞ്ഞാണ് നമ്മൾ വലിച്ചു പോയത്. അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് പോയത്. 7 ദിവസം അവിടെ ഇരുന്ന് സപ്താഹം നടത്തി. 7ാമത്തെ ദിവസം അദ്ദേഹത്തിന് ശരീരം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. പകരം എനിക്ക് സന്യാസം, എന്നോടൊപ്പം വന്ന രാധാകൃഷ്ണനും 2 പേർക്കും സന്യാസം. ഈ സ്വാമി ദുർഗാനന്ദ സരസ്വതിയായിട്ട് മാറി. ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബ്രഹ്മചാരി രാജേശ്വരാനന്ദ സരസ്വതി ആയിട്ട് മാറി. അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരുണ്ട്. അപ്പോൾ എന്തെല്ലാമാണോ ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ളത് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഭവിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. അല്ലേ? നിങ്ങളുടെ ഭാര്യമാരെ തന്നെ എടുത്തു നോക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ എടുത്തു നോക്കണം. വിധിച്ചിരിക്കുന്നത് തന്നെ വന്നെത്തി.
നല്ലതായാലും ചീത്തയായാലും വിധിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വന്നു ചേരും. വിധിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഈ സന്യാസവും, ആത്മസാക്ഷാത്കാരവും അതുപോലെ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ പ്രയത്നം കൂടെ വേണം. വള്ളത്തിൽ കയറിയിരുന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കോളും എന്ന് പറഞ്ഞ് വള്ളത്തിൽ കുത്തിയിരുന്നാൽ എത്തുകയില്ല. തുഴയുണ്ട്, തുഴഞ്ഞാൽ മാത്രമേ എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിവാക്കണ്ട. ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട. പ്രിയമുള്ളവരെ, കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം ഇത് പിടിവിട്ടു പോകുന്നതിന് മുൻപ് ഏത് നിമിഷവും ഈ ശരീരത്തിൻ്റെ ആയുസ് തീരാം. അല്ലേ? കണ്ടില്ലേ? 242 പേര് പ്ലെയിനിൽ വന്നു, തീർന്നു. പാവം ഭൂമിയിൽ നിന്ന അല്ലേ 10-60 പേര്, അവരും പോയി. ഇപ്പം ടി വിയൊക്കെ കാണുന്ന അവസരത്തിൽ, ഫേസ്ബുക്കിലൊക്കെ ടി വി തന്നെ കാണുന്ന അവസരത്തിൽ മലയിടിഞ്ഞ് ഇത് പോകുന്നു, ടൂറിന് പോകുന്ന ആളുകൾ വലിയ പർവ്വതത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്, ആയിരക്കണക്കിന് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മല ഇടിഞ്ഞു വീഴുന്നു. ഈ ആയിരക്കണക്കിന് ആളുകളും താഴെ വീഴുന്നു, അതോ അവരുടെ പുറത്തേക്കാണ് വീഴുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സത്യമായിട്ടും ഉള്ളതാണ്. അണക്കെട്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന മരണം, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്നു, നമ്മൾ നടന്നു പോകുന്ന അവസരത്തിൽ പുറകെ വരുന്ന കാറിൻ്റെ മെയിൻ പ്ലേറ്റ് പൊട്ടിയാൽ എന്താ അവസ്ഥ? മുമ്പേ കൂടെ പോകുന്ന ആളുകളുടെ പുറത്തൂടെ കയറി ഇറങ്ങും. പിന്നെ ഡ്രൈവർക്ക് ആ വണ്ടിയിൽ നിയന്ത്രണമില്ല, വണ്ടിയുടെ മെയിൻ പ്ലേറ്റ് പൊട്ടുകയാണെങ്കിൽ. എനിക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, കാരണം ഞാൻ വണ്ടി രഹിതനാണ്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം എന്തുകൊണ്ടാണ് പൊട്ടിയത്? മുന്നിൽ പോകുന്നവൻ്റെ ആയുസ് തീർന്നു, വണ്ടിക്ക് നിർദ്ദേശം കൊടുത്തു. വണ്ടിക്കാണ് നിർദ്ദേശം കൊടുത്തത് മെയിൻ പ്ലേറ്റ് പൊട്ടാനായിട്ട്. മെയിൻ പ്ലേറ്റ് പൊട്ടി ആ മരിക്കാനുള്ളവരുടെ പുറത്തൂടെയൊക്കെ കയറിയിറങ്ങി. അതൊക്കെ കൃത്യം, അതെല്ലാം പ്രകൃതി. എല്ലാ സർവതഃ പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. ആരെ എവിടെ വെച്ച് ഉള്ളിലോട്ട് എടുക്കണോ അവിടെ വെച്ചെടുക്കാൻ സാധിക്കും. കാരണം എന്താ? എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം, അതാണ് നിങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ ഈ ശരീരം വിട പറയുന്നതിന് മുൻപ്, ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്നതിന് മുൻപ് അതിൽ പിടിമുറുക്കുന്നത്, ഒരു നിമിഷം പോലും കളയരുത്. എന്താ ഒരു നിമിഷം പോലും കളയരുതെന്ന് പറയാൻ കാരണം? ഇന്ന് രാത്രിയിൽ വെടി തീർന്നൂടെ? നിങ്ങളെ പറയുന്നത് സ്വാമിയുടെ കാര്യം വെച്ച് പറയാം. സ്വാമിക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി വെടി തീർന്നൂടെ? അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക. വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, ബോധിച്ച് കേട്ട് 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 നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ, ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്, അതാണ് ഞാൻ. തത് അഹമസ്മി, അത് ഞാനാവുന്നു. അത് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെ, എന്നിലെ താൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് മഹാവാക്യം യജുർവേദത്തിലെ ബൃഹദാരണ്യകോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. തൻ്റെ ഇടത്തോടുകൂടി നിങ്ങൾക്കും പറയാം, നിങ്ങൾ ഞാൻ എന്നിലെ താനാണ് എന്ന് ഉറച്ച് ബോധിച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വയം പറയാം അഹം ബ്രഹ്മാസ്മി.
ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള കരുത്ത് ഉണ്ടാകട്ടെ, അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ